നിങ്ങളെപ്പോഴാണ് വന്നത്? ഞാൻ കുറച്ച് നേരമില്ല. അല്ല നിങ്ങളെപ്പോഴാണ് നിങ്ങൾ പറയാറ് എന്നിട്ട്? ഞാൻ 1-2 ദിവസമായി ഇതുകൊണ്ട് വണ്ടി കെട്ടി നടക്കുകയാണ്. അല്ലേ? അല്ല നമുക്കിവിടെ അല്ല ചായപ്പൊടി എന്തെങ്കിലും ഉണ്ടാവണം, ഒരു ചായ കുടിച്ചു തരായിരുന്നു. നിങ്ങൾ പോരണോ? ഇല്ല, ഞാനില്ല. ഞാൻ ഈ പ്രശ്നം എന്തെങ്കിലും തീർന്നിട്ടുള്ളൂ ഞാൻ പോകുന്നുള്ളൂ. ഉണ്ണിയെ ഞാനാണ് എടുത്ത് വളർത്തിയത്. അവനെ എടുത്ത് നടന്ന തഴമ്പ് ഇപ്പോഴും എൻ്റെ ഈ ഭാഗത്തുണ്ട്. ഞാൻ ഇവിടെ അല്ലല്ലോ, ഗൾഫിലല്ലേ. എൻ്റെ കുട്ടികളെയും ഫാമിലിനെയും എല്ലാം അവനാണ് കൊണ്ടുപോകാറ്. അവൻ്റെ ഓട്ടോയിലാണ് അവർ പോവുക സ്ഥിരം. അവർക്ക് വേറെ ഓട്ടോ ഒന്നും വേണ്ട, ഉണ്ണിയുടെ ഓട്ടോ മതി എന്ന് പറഞ്ഞാൽ ഉണ്ണി കറക്റ്റായി കൊണ്ടുപോയി കൊടുന്ന് വീട്ടിലാക്കി കൊടുക്കും. അത്രയും വിശ്വാസമാണ് ഉണ്ണിനെ നമുക്ക്. ഹലോ, നിങ്ങളിപ്പോഴും പോന്നിട്ടില്ലേ? മറ്റേലൊക്കെ ഒന്ന് വിളിച്ചു വാ ചങ്ങായി, മറ്റേ പേലൊക്കെ വിളിച്ചു വാവേ. ആ തുണക്കാരന്മാരെ ഒക്കെ വിളിച്ചോട്ടോ. വേം വാ ഇവിടെ എല്ലാവരും കാത്തിക്കാണ്. വേം വാ, പെട്ടെന്ന് വാ. ആ ശരി ഓക്കെ. അല്ല മാമ, തന്നെ കാണാൻ പറ്റുമോ? എവിടെ കുട്ടി എന്നെ പോലെ തന്നെ രാവിലെ എടുത്ത് ബുദ്ധിമുട്ടിയിരിക്കാനല്ലേ ഞാനിവിടെ. 100 കൂട്ടം പണിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഇപ്പോൾ ഈ ഇതിവിടെ കാത്തിക്കണത്. ഇത്ര നേരം നമ്മൾ കഷ്ടപ്പെട്ടിരുന്നില്ലേ, എന്നെ അവരെ കണ്ടതിൻ്റെ ശേഷം മാത്രം പോയാൽ മതി കേട്ടോ. നമസ്കാരം. ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത അതുപോലെ തന്നെയുള്ള സ്ഥിതിഗതികളാണ് ഇപ്പോൾ ഇവിടെ തുടരുന്നത്. ഇനിയും ഇവിടെ ആളുകൾ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴും ഇവിടെ ആളുകളുടെ ബഹളം തന്നെയാണ്. ഈ സ്ഥിതിഗതികൾ എങ്ങനെ മറികടക്കണമെന്നാണ് ഈ കുടുംബം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ ഉണ്ണിയേട്ടോ ഈ ഒരൊറ്റാണ് കാരണം ഈ അവസ്ഥ പറയാൻ കാരണം ഇതൊക്കെ എന്റെ തലയിൽ നിന്നാണ്. ഒന്നും ചെയ്യണ്ട. ഇതിന്റെ അവസ്ഥ എനിക്കറിയോ, ഒന്ന് തൂറാൻ പോലും പോലല്ല. വെടിയുണ്ട പന്നിനെ പറഞ്ഞതിനുള്ളിൽ വലിഞ്ഞു കയറിയത്. ഞാൻ എന്താ ചെയ്യാ? ഇതൊക്കെ എന്റെ തലയിൽ നിന്നാണ്. ഇതൊന്നും വേണ്ടുന്നില്ല. വല്ലാത്തൊരു കെണിയില് ഞാൻ ചെന്നുപെട്ടത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ആ അമ്മാരോടെങ്കിൽ വരാൻ പറഞ്ഞിരുന്നു. പണ്ടാണെങ്കിൽ അയാളും കാണാനില്ല. നമ്മളെല്ലാവരും കൂടി ഇവിടെ ശരിയാവില്ല. ഇവരുണ്ടാവും കൊടുക്കട്ടെ, നിങ്ങളുണ്ടാവും കൊടുക്കട്ടെ. ശ്രദ്ധിക്കണം, ഞങ്ങളുണ്ടാവും. എന്തായാലും ഉള്ളിൽ കക്കൂസിലത് നന്നായി. കാരണം വെട്ടിയെടുത്താലും മുട്ടെടുക്കില്ല. തന്നെ വിളിക്കുന്നത് വരൂ. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രാഥമിക ആവശ്യത്തിന് പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയിലാണ് ഈ കുടുംബം ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അയാളെന്തായാലും അകത്തേക്ക് പോയത് നന്നായി, അല്ലെങ്കിൽ ഇവരും ചെന്നേനെ ക്യാമറയും കൊണ്ട് പിന്നാലെ. എന്താണ് ഒരു മനുഷ്യന് ജീവിക്കാനായിക്കൂല? എന്താണത് കഥ? നിങ്ങളൊന്നും ഉണ്ടായിരിക്കോട്ടെ, ഞാനൊന്ന് ഉണ്ണിനൊന്ന് പോയി കണ്ടു വരട്ടെ. നിങ്ങളെല്ലാ വിഷമങ്ങളും എനിക്കറിയാം എന്താണെന്നുള്ളത്. ഉണ്ണിനെ ഉള്ളിൽ പോയിട്ടൊന്ന് കണ്ട് സംസാരിച്ചു വരട്ടെ. അദ്ദേഹത്തിന്റെ അമ്മാവനാണെന്ന് പറഞ്ഞ് ഒരു വ്യക്തി ഇവിടെ എത്തിയിട്ടുണ്ട്. അവരോടൊന്നും ഉണ്ടായിരിക്കാൻ പറയും. എന്തെങ്കിലും കേട്ട ക്യാമറയും തൂക്കി പിടിച്ച് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കണം, അപ്പത്തിന് തൂക്കി പിടിച്ച് പറയലൊടങ്ങും. എല്ലാത്തും ജന്മങ്ങൾ. എന്നാലും ഇതിൻ്റെ ഉണ്ണി നമ്മളെ കുടുംബത്തിന് ഇങ്ങനെ സംഭരം ഉണ്ടായിപ്പോയല്ലോ, വല്ലാത്തൊരു സങ്കടമായി പോയി. എന്തമ്മ ഞാൻ ചെയ്യാം? ഇതൊക്കെ ഇവിടെ തലേന്നുണ്ടായതാ. പക്ഷെ എന്താ ചെയ്യാ, വല്ലാത്തൊരു കുടുക്കത്തിലാ പെട്ടത്. ഞാനെന്താ ചെയ്യാ മാമ, ഞാൻ ഇങ്ങനെ വിചാരിച്ചു ചെയ്തല്ലത്. എന്തൊരു വഴി കാണി, മനുഷ്യൻ കുടുങ്ങി അത്ര പൊട്ടു മനുഷ്യൻ. എന്നാൽ ഒരു കാര്യം ചെയ്യേ, കുറച്ച് ദിവസം അവിടെ വന്ന് നിന്നോ കേട്ടോ. ഇവിടെ 2 ദിവസം മനുഷ്യൻ കക്കൂസ് പോയിട്ട് അതിൻ്റെ ഒക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എന്താ മനുഷ്യങ്ങളെ കൂടെ പോരുന്നത്? എങ്ങനെ ഇവിടെ നിന്ന് പോരുക? ഇനിയിപ്പോൾ എത്ര കാലമായിട്ട് ഇപ്പോൾ ഇതിനുള്ളിൽ ഇങ്ങനെ ജീവിക്കുക, പുറത്തേക്ക് ഇറങ്ങാതെ ജോലിക്കും പോകാതെ. കുട്ടികൾക്ക് ഭക്ഷണത്തിന് വേണ്ടേ, അവർക്ക് ചിലവിന് വേണ്ടേ. ഇതിനുള്ളിൽ ആളെ പേടിച്ചിലൂടെ ഇരുന്നാൽ മതി. ഇത് പുറത്തേക്ക് വന്നിട്ട് പിന്നെ നമുക്ക് കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കുക.
അപ്പോൾ ഞാൻ പുറത്തേക്ക് ഞാൻ പോകില്ല. എത്ര ഇങ്ങനെ ആളുകളെ കാത്തുക്കണം അറിയോ? എൻ്റെ അവസ്ഥയ്ക്കും വല്ല അറിയോ? ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് അറിയോ? ഞാൻ പോയി പറയില്ല. അത് നിങ്ങൾ തന്നെ എന്തെങ്കിലും പോകുമ്പോൾ വേണ്ടി പറഞ്ഞു. ഞാൻ പോകില്ല. വല്ലാത്തൊരു കുടുക്കത്തിലെപ്പെട്ട മനുഷ്യൻ. വേണ്ടിരുന്നു ഇത് കണ്ടലുള്ള കുട്ടി കഴിയണത് 2 ദിവസം മുന്നേ ഡോക്ടറെ അടുത്ത് കാണിക്കണ്ട. അതിനോട് എനിക്ക് കോലല്ല. എന്നാ പിടിച്ചാ കുട്ടിനെ കൊണ്ടേക്കാം. പിന്നെ പുറത്തൊക്കെ ആളോട് നിങ്ങൾ തന്നെ കാര്യം പറഞ്ഞാൽ മതി. ഞാൻ ഒന്നും മുന്നിൽ ചെന്ന് വിടാൻ പറ്റില്ല. ചെന്ന് പെട്ടെൻ്റെ കാര്യം പോക്കാം. അത് നിങ്ങൾ കൈകാര്യം ചെയ്ത് പോയിട്ട്. ഉണ്ണി ഞാനൊന്ന് പോയി പുറത്തു പോയി സംസാരിച്ചോ കേട്ടോ അവരോട്. പറഞ്ഞാൽ കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ വിളിക്കുമ്പോൾ നാട് വരുന്നുണ്ട് പുറത്തേക്ക് കേട്ടോ. ആ ശരി. നീ നമ്മൾ കുതിര കൊണ്ട് പറഞ്ഞത് കാര്യമില്ല. ഓനെ തോറിൽ മാത്രം കോത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പോകണം. ഓനെ അതും അതിലപ്പുറം ചെയ്യും. അതെ. ഹലോ. ശരി ശരി. ഇവിടെ ഇപ്പോൾ അതിലും വലിയ വാർത്തയാണ്. അത് നമുക്ക് പിന്നെ ചെയ്യാം. ഓക്കെ. അതൊരു കുട്ടീനെ പട്ടി അടിച്ച ഒരു വാർത്ത. കാര്യങ്ങളൊക്കെ ഉണ്ണിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. കാര്യങ്ങൾ ഉണ്ണി സംസാരിക്കും. ഉണ്ണിയെ ആശാനാണ് അന്നെ മറക്കരുതേ. ആശാനും വേണ്ട, അയൽവാസിയിലും വേണ്ട. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു തെറ്റ് ഞാൻ ചെയ്ത് ലോട്ടറി എടുത്തു. ഓണം ബമ്പർ. ആ ഓണം ബമ്പർ എനിക്ക് അടിച്ചു. അതിനാൽ എൻ്റെ മനസ്സമാനം പോയി ജീവിക്കാൻ കോലമില്ല. പുറത്തിറങ്ങാനും പോലല്ല. ഒന്നും പറയാൻ ഒന്നും പറയണം. മറിക്കാം ജോര കുന്തപ്പിടി ഉപയോഗിക്കാം. ഒന്നാം സമ്മാനമല്ല. നിന്റെ മനസ്സമാനം പോയി ഇങ്ങോട്ട് കാരണം ഈ ബൈക്ക് വരുന്നത് പോണത്. എന്തൊരു കഷ്ടം. ഇത് അടിച്ചതല്ല പണ്ടാരടക്കി മനുഷ്യൻ. ഉണ്ണി എൻ്റെ വീടുമ്പോഴേക്ക് ലോൺ എടുത്ത് തിരിച്ചടക്കാൻ പറ്റാതെ ഞാൻ ഇടങ്ങറായിരിക്കും ഉണ്ണി. അതൊന്ന് വീട്ടിൽ തരണം ഉണ്ണി. ഞാൻ ദേവിച്ചൊരു കാര്യം പറഞ്ഞു. ഒന്ന് നിർത്തി. നിങ്ങളൊക്കെ വലിയ പ്രശ്നത്തിലാണ് നടക്കുന്നത് അറിയോ? വലിയ പ്രശ്നത്തിലാണ് ഞാൻ നടക്കുന്നത്. ഞാൻ എത്ര ദിവസം പണിക്ക് പറ്റി വലിയ പിടുത്തോണ്ടോ? 25 കോടി എനിക്ക് അടിച്ചു. അത് ശരി തന്നെയാണ്. പക്ഷെ എൻ്റെ കൈ കിട്ടിയില്ല. അത് കിട്ടണമെങ്കിൽ കുറേ നൂലാമാലകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ എന്താ എൻ്റെ മാനസികാവസ്ഥ മനസ്സിലാകാത്തത്? എൻ്റെ മാനസികാവസ്ഥ നിങ്ങൾക്കല്ലല്ലോ, ഈ പ്രശ്നം നിങ്ങൾക്കല്ലല്ലോ. എൻ്റെ കുട്ടിയെ ഡോക്ടറെ കാണിച്ചിട്ട് 2 ദിവസമായി അറിയോ? ഒന്ന് ബാത്റൂം പറ്റാത്ത ഒരു ദിവസം അറിയോ? ഒരു മനസ്സമാനക്കില്ല. ഇതൊക്കെ മനസ്സിലാക്കണം. നിങ്ങളെല്ലാവരും ഞാനറിയും. അറിയാത്ത ആളുകളുണ്ട്. ഞാൻ ആരും സഹായിക്കില്ല പറഞ്ഞിട്ടല്ലോ. എല്ലാവരും ഞാൻ സഹായിക്കും. പക്ഷേ ലേശം മനസ്സമാനം പോകേണ്ടത്. ഞാൻ ഇപ്പോൾ കുട്ടിക്ക് നിൽക്കുകയാണ്. പ്ലീസ് നിങ്ങളെ കാല് പിടിക്കാം. ദയവ് ചരികൾ മടങ്ങിപ്പോയി. നിങ്ങളെ കാണും ഉറപ്പാണ്. പ്ലീസ് ലേശം മനസ്സമാനം തരിക. വരിക്കാശ്ശേരി മന മുറ്റത്തൊരു അംബാസഡർ കാർ. അത് പൊളിക്കും. കാറിൽ വന്നിറങ്ങുന്നത് മോഹൻലാൽ കലക്കിലെ. മോഹൻലാലിനോടൊപ്പം വന്നിറങ്ങുന്നത് ആരാ? ഉണ്ണി നമ്മുടെ ഉണ്ണി. സെറ്റല്ലേ? സൂപ്പറാവും. Come on. Thank you. എന്നെ മനസ്സിലായില്ലേ? മനസ്സിലായിട്ടില്ല. ഞാൻ പ്രശസ്ത സിനിമാ സംവിധായകൻ ഹരിപ്രസാദ്. ഹരിപ്രസാദിന് മനസ്സിലായില്ല? ഹരിപ്രസാദ് ഭയങ്കര സംഭവല്ലേ? ഞാൻ ഒരുപാട് പേര് സ്റ്റാർ ആക്കിയിട്ടുണ്ട്. അത് ശരി. ഉണ്ണിനെ സ്റ്റാറാക്കാൻ വേണ്ടി വന്നായിരിക്കും നിങ്ങൾ അല്ലേ? വാവ്, അതെങ്ങനെ മനസ്സിലായി? പണ്ട് ഇതേമാതിരി ഉണ്ണിനെ നായനാക്കാൻ ഒരാൾ വന്നിരുന്നു. ആ ആളെ ഈ വഴിക്ക് കണ്ടിട്ടേ ഇല്ല. ഈ സാർ അങ്ങനല്ല. ഈ സാർ ആക്കിയിരിക്കും എന്ന് പറഞ്ഞാൽ ആക്കിയിരിക്കും. അത് ശുവാ. അല്ല, എന്താണ് നിങ്ങൾ രണ്ടുപേരും കൂടി? ഞങ്ങള് സിനിമയെ പറ്റി ചർച്ച ചെയ്ത ഉണ്ണിയിൽ ഞാനൊരു കലാകാരനെ കാണുന്നു. കലാഭവൻ മണിയുടെ കുറവ് നികത്താൻ പറ്റിയ ഒരാളാണ് ഉണ്ണി. വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റ് എൻ്റെ കയ്യിലുണ്ട്. അത് ഉണ്ണി തന്നെ ചെയ്താലേ ശരിയാവൂ. അല്ല, ഇതിനെത്ര ചെലവ് വരും? നിസ്സാരം. വെറും 3-3.5 കോടി.
അതും ഉണ്ണി തന്നെ നിർമ്മിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം അതിന്റെ പേരും പ്രശസ്തിയും ഉണ്ണിക്ക് തന്നെ കിട്ടുമല്ലോ. മാത്രമല്ല പടം സൂപ്പർ ഹിറ്റാവും, ഉറപ്പല്ലേ? പിന്നെ ഈ 3 കോടി 30 കോടിയായിട്ടാണ് ഉണ്ണിക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നത്. സാറേ കിട്ടിയ 25 കോടി തന്നെ ഞാൻ കുടി നടക്കാൻ പുറത്തിറങ്ങാൻ പറ്റാതെ. പിന്നെ സാറ് തരുന്ന 30 കോടി ഉണ്ടല്ലോ, അത് താങ്ങാനുള്ള ശേഷി ഈ ശരീരത്തിനില്ല. പിന്നെ സാറൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളെപ്പോലത്തെ ആളുകൾ രാവിലെ രാത്രി ഇങ്ങനെ വീടിങ്ങനെ കയറി ഇറങ്ങാം, ഒരു സമാധാനം എനിക്കില്ല. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കുറച്ചൊന്ന് ദിവസമായി ഞാൻ ഉറങ്ങിയിട്ട്, അറിയോ, നിങ്ങളൊക്കെ സഹായിക്കണം എന്നുള്ള കുറേ ആളുകളെ. പക്ഷെ പടത്തിൻ്റെ കാര്യമല്ലേ, അത് നമുക്ക് പിന്നെ എപ്പോഴേലും ആലോചിക്കാം സാറേ. ഇപ്പോൾ സാറെന്നെ വെറുതെ വിടണം പ്ലീസ്. ഒന്നും ഉണ്ടായിട്ട് പറയല്ല, ഒന്നും വിചാരിക്കരുത്. എനിക്കൊരു മനസ്സമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്ലീസ് സാറേ. അപ്പം ഞാൻ കണ്ണട ഊരി കളി ഇപ്പോൾ വെച്ചിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നണില്ല. വെറുതെ ഇട്ടത്ത് തട്ടിത്തടഞ്ഞു നോക്കും. അടുത്ത കലാക്ഷേത്രത്തിലേക്ക് പോകാം. എന്തൊക്കെ ബഹളമായിരുന്നു. വരിക്കാശ്ശേരി മന, അംബാസിഡർ കാറ്, കലാഭവൻ മണി, മറ്റു വെള്ളം കിട്ടി അവിടുന്ന്. ആ മഹാസാധുവിന് കമലാസനാക്കാൻ ഞാൻ മതി. പിന്നെ ഞാനും പോവാണ്. അവിടെ പോയി രാവിലെ വന്നാലേ. അല്ല മാമ, രാവിലെ പോയപ്പോൾ അവിടെ കുട്ടികളെ ഒറ്റക്കാണ്, ഞാൻ തന്നെ പോകണം. ഇവിടെ പോയി കടന്നുറങ്ങിക്കുന്നു. ആയിക്കോളാം. എന്നാ ശരി. എന്നാ ശരി. ഉണ്ണിയേ ഉണ്ണിയേ ഉണ്ണിയെ വാതിൽ തുറക്കടാ, ഒരു കാര്യം പറയാണ്ട്. ഉണ്ണിയേ